ആഗോള സാങ്കേതിക വിദ്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് 2026 ഉച്ചകോടി ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നടക്കുകയാണ്. ഇതിങ്ങനെ നടന്നു പോവുകയാണ്. വിദേശ പ്രതിനിധികൾക്ക് മുന്നിൽ ഇന്ത്യ എന്ന രാജ്യത്തെ നാണം കെടുത്തി ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് 2026 വേദിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷർട്ടൂരി പ്രതിഷേധം നടത്തുന്നത്. ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. പ്രമുഖ കമ്പനികളിലെ സാങ്കേതിക വിദഗ്ധർ സിഇഒമാരൊക്കെ സംസാരിക്കുന്നതിനിടെ വേദിക്ക് അകത്തേക്ക് കയറി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ എത്തുന്നു. ഷർട്ടുകൾ ഊരി കയ്യിൽ പിടിച്ച് മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രതിഷേധക്കാർ ഹാളിനുള്ളിൽ അതിക്രമിച്ചു കയറി ഇന്ത്യ ഒരു ആഗോള വേദിയിൽ നാണം കെടുത്താൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ ഇവർ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ എന്താണ്? അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാർ പരാജയമാണത്രേ. എപ്സ്റ്റീൻ ഫയൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയത്രേ. ഇന്ത്യ അമേരിക്കയുമായി ഏർപ്പെട്ട വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യക്ക് മേൽ അധികമായി അടിച്ചേൽപ്പിച്ചിരുന്ന 50% താരിഫ് എന്നുള്ളത് 18% കുറയ്ക്കുകയും പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ അതായത് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് വരെ 19% താരിഫ് നിൽക്കവേ ഇന്ത്യക്ക് വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ പ്രദാനം ചെയ്യുന്ന ഇന്ത്യയുടെ താരിഫ് 18% കുറച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ കാർഷിക മേഖലകളാവട്ടെ, വ്യവസായ മേഖലയാവട്ടെ, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള ഇടങ്ങളിലാവട്ടെ, ഇന്ത്യയുടെ പ്രതിരോധങ്ങളിലായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്ത്യ അമേരിക്ക വ്യവസായ കരാർ യാഥാർത്ഥ്യമായതിന് തൊട്ട് പിന്നാലെയാണ് ഇതൊക്കെ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുന്നത്. നോക്കൂ, പ്രതിഷേധിക്കാം, പ്രതിരോധിക്കാം, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇന്ത്യ ലോകത്തിന് മുന്നിൽ തന്നെ ഏറ്റവും അഭിമാനത്തോടു കൂടി അവതരിപ്പിക്കുന്ന AI സമ്മിറ്റിലൊക്കെ വന്ന് ഈ തോന്നിയാസം കാണിക്കുക അല്ലെങ്കിൽ ഷട്ടൂരി കാണിച്ചുകൊണ്ട് തുണി ഊരി കാണിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന രീതിയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ തുണിയൂരി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാർക്ക് മറ്റൊരു വാർത്ത ഇടുത്തി പോലെ വരുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി 18% വ്യവസായ കരാറിന്റെ ഭാഗമായി കുറച്ചിട്ടുണ്ടെങ്കിൽ അത് 10% വീണ്ടും കുറയ്ക്കാൻ വൈറ്റ് ഹൗസ് തീരുമാനിച്ചിരിക്കുന്നു. വിവിധ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ പകർച്ചുങ്കം റദ്ദാക്കിയ US സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ 150 ദിവസത്തേക്ക് ആഗോളതലത്തിൽ 10% പകർച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇത് പ്രാവർത്തികമാകും. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് 10% താരിഫ് കുറയുകയാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ തുണിയൂരിയൽ പ്രതിഷേധം പ്രഹസനമായി മാറിയ കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ലോകത്തെ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരും സാങ്കേതിക വിദഗ്ധരും ഇന്ത്യയുടെ AI മുന്നേറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദിയിലാണ് 10-ലധികം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറുന്നത്. ഷർട്ടുകൾ ഊരിമാറ്റിയും പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും അവർ സൃഷ്ടിച്ച അരാജകത്വം ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം തന്നെയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇന്ത്യ US വ്യാപാര കരാർ രാജ്യത്തിന് ഗുണകരമല്ല എന്നും എപ്സ്റ്റീൻ ഫയൽസ് പോലുള്ള അപ്രസക്തമായ വിഷയങ്ങൾ ഉയർത്തിയും അവർ നടത്തിയ പ്രതിഷേധം ലക്ഷ്യം കണ്ടില്ലെന്ന് മാത്രമല്ല ജനമധ്യത്തിൽ അവരെ പരിഹാസ്യരാക്കുകയും ചെയ്തു. പ്രതിഷേധക്കാർ തെരുവിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കെ തന്നെ അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ വീണ്ടും വെട്ടിക്കുറച്ചെന്ന വാർത്ത പുറത്തുവന്നു. ഇത് വെറുമൊരു സാമ്പത്തിക തീരുമാനമല്ല, മറിച്ച് ഇന്ത്യ എന്ന ആഗോള ശക്തിയെ അമേരിക്ക എത്രത്തോളം വിലമതിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ആരംഭത്തിൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്ന് അമേരിക്കൻ ഭരണകൂടം കടുത്ത നിലപാട് സ്വീകരിച്ചു. റഷ്യക്കെതിരായ ഉപരോധങ്ങൾ നിലനിൽക്കെ അവരുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് 25% അധിക നികുതി ചുമത്തുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% താരിഫ് ഏർപ്പാടാക്കിയപ്പോൾ ഇന്ത്യ ഭയന്നില്ല. മറിച്ച് ലാറ്റിൻ അമേരിക്കയിലെ ചെറിയ രാജ്യങ്ങളെ, ആഫ്രിക്കയിലെ ചെറിയ രാജ്യങ്ങളെ മികച്ച രീതിയിലുള്ള മാർക്കറ്റായി ഇന്ത്യ കയ്യിലെടുത്തു. അവിടേക്ക് കൂടുതൽ കയറ്റുമതി ഇന്ത്യ നടത്തി. ധാരാളമായി മറ്റുള്ള രാഷ്ട്രങ്ങളോട്, ചെറിയ ചെറിയ രാഷ്ട്രങ്ങളോട്, ദ്വീപുകളോട്, ദ്വീപ് സമൂഹങ്ങളോട് ഇന്ത്യ കൈകൊടുത്തു. ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളതാണ് ഇന്ത്യയുടെ പോളിസി. ആ പോളിസിയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് ബെനഫിറ്റ്സ് ഗുണങ്ങൾ ഉണ്ടാവുന്ന ഏതൊക്കെ തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഏർപ്പെടാമോ അതൊക്കെ ഇന്ത്യ ചെയ്തു. അങ്ങനെ അധികമായി ഏർപ്പെടുത്തിയ 50% താരിഫ് പോലും ഇന്ത്യൻ GDPയിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ കയറ്റുമതി മേഖലയെ സംബന്ധിച്ചിടത്തോളം 50% താരിഫ് എന്നതൊരു പ്രതിസന്ധിയായിരുന്നു. എന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ സജീവമായതോടെ സ്ഥിതിഗതികളിൽ വലിയ മാറ്റം വന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട പുതിയ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഈ ഉയർന്ന നികുതി നിരക്ക് ഗണ്യമായി കുറഞ്ഞു. റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട ഭീഷണികൾ ലഘൂകരിക്കപ്പെട്ടു. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം താരിഫ് നിരക്ക് 18%ലേക്ക് താഴ്ന്നു. മാത്രമല്ല അതിപ്പോൾ 10% കുറയുന്നു. ഇന്ത്യൻ വ്യാപാരികൾക്ക് വലിയ ആശ്വാസമാണ് ഇതൊക്കെ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം
10% നിശ്ചയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വ്യാപാര കരാറിൽ ഏർപ്പെട്ടുള്ള രാജ്യങ്ങൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയുടെ ഭാഗമായാണ് ഈ നടപടി. അതായത് അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമായിട്ടുള്ള രാജ്യങ്ങൾക്ക് പോലും ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുന്ന ഇടത്താണ് ഇന്ത്യക്ക് കുറഞ്ഞ താരിഫ് നൽകാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ എന്തിനാണ് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇത്രയധികം അസ്വസ്ഥരാകുന്ന ചോദ്യം നമ്മൾ ഉയർത്തേണ്ട സമയമായി. പ്രധാനമായും 3 കാരണങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഇന്ത്യയുടെ ആഗോള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക മറ്റു പല രാജ്യങ്ങളെയും അവഗണിച്ച് ഇന്ത്യക്ക് മാത്രമായി താരിഫ് ഇളവുകൾ നൽകുന്നത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ്. ഈ അംഗീകാരം ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമ്പോൾ അത് സർക്കാർ ലഭിക്കുന്ന വലിയൊരു സർട്ടിഫിക്കറ്റായി മാറും. മാത്രമല്ല, ഇന്ത്യ അമേരിക്കയോട് മാത്രമല്ലല്ലോ വ്യാപാര കരാറിൽ ഏർപ്പെട്ടത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയനോട് ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നു. ഫ്രാൻസുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുന്നു. ഫ്രാൻസിന്റെ പ്രസിഡന്റ് വന്നു പോയിട്ടേ ഉള്ളൂ. GCC കൺട്രീസിനോട് ഇന്ത്യ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ നയതന്ത്ര വിജയങ്ങളല്ലേ? ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ആഗോള സമ്മിറ്റിൽ തുണിയുരി നടത്തിയ പ്രതിഷേധം അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ട തന്നെയാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഇന്ത്യയുടെ നയതന്ത്ര കരുത്ത് തെളിയിക്കപ്പെടുന്നതാണ് അവരെ അലോസരപ്പെടുത്തുന്നതെന്ന് ആളുകൾ പറയുമ്പോൾ അത് സംശയിക്കേണ്ടതുണ്ട്. അമേരിക്കൻ സുപ്രീം കോടതി ഇടപെടലുകളും വൈറ്റ് ഹൌസിന് അനുകൂല നിലപാടും സൂചിപ്പിക്കുന്ന ഇന്ത്യയുടെ വിദേശ നയം ശരിയായ ദിശയിലാണ് എന്ന് തന്നെയാണ്. വികസന ചർച്ചകൾ നടക്കുന്ന അന്താരാഷ്ട്ര വേദികളിൽ തുണിയൊരു പ്രതിഷേധിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ലക്ഷണമാണ്. ഗൗരവകരമായ സാമ്പത്തിക ചർച്ചകൾക്കും സാങ്കേതിക വിപ്ലവങ്ങൾക്കും വേദിയാകുന്ന AI സമ്മിറ്റ് പോലുള്ള ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന സമരമുറകൾ സ്വീകരിക്കുന്നത് രാജ്യത്തെ വിദേശ പ്രതിനിധികൾക്ക് മുന്നിൽ ഇന്ത്യയെ തന്നെ നാണം കെടുത്തും. ഇന്ത്യ ഒരു സൂപ്പർ പവറായി വളരുന്നത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. പ്രതിഷേധിക്കാം, പ്രതിരോധിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം, പക്ഷെ അതിനൊക്കെ ഒരു മാന്യതയുണ്ട് എന്ന് പ്രതിപക്ഷം മനസ്സിലാക്കണം.